എല്ലാവർക്കും നമസ്കാരം. പ്രോ പ്രെപ്പിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ഹൃദ്യ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന, അതായത് ഫെബ്രുവരി 23, 2026 നടന്ന കാറ്റഗറി 4 ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഭാഗമായിട്ടുള്ള ചൈൽഡ് പെഡഗോജി പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചൈൽഡ് പെഡഗോജിയിലേക്ക് വരുമ്പോൾ മുൻ വർഷങ്ങളിലേക്കാളും പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയെക്കാളും ഒക്കെ ഒരുപാട് ഡയറക്റ്റ് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണത്തെ ഒരു പാറ്റേണിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള, ഒരുപാട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതൊരു എളുപ്പമുള്ള ഒരു പേപ്പർ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു മാർക്ക് ഈ ഒരു 30 ക്വസ്റ്റ്യൻസിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ തരത്തിൽ അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഭൂരിഭാഗം നമ്മൾ കണ്ടിട്ടുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് കടക്കാം. അതിനു മുന്നേ പറയാനുള്ളത്, ഇത് പ്രോ പ്രെപ്പ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ടെൻഡേറ്റീവ് ആൻസർ കീ ആണ്. യഥാർത്ഥ ആൻസർ കീ നമുക്ക് പരീക്ഷാ ഭവൻ പുറത്തുവിടുന്നതിനനുസരിച്ചാണ് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഫൈനൽ ആൻസർ കീയുമായിട്ട് എപ്പോഴും നമ്മുടെ ഒരു ടെൻഡേറ്റീവ് ആൻസർ കീയിലേക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് മറ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മറ്റ് ആൻസർ കീകൾ വന്നതിന് ശേഷം അത്തരം ഒരു 1-2 മാർക്കിന്റെ വ്യത്യാസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു ടെൻഡേറ്റീവ് ആൻസർ കീ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതിന്റെ അനാലിസിസിലേക്ക് നമുക്ക് എല്ലാവർക്കും കടക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ നമ്മൾ ആൻസർ ചെയ്യാൻ പോവുകയാണ്. കാറ്റഗറി 4 പാർട്ട് 1 ആയിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയിലെ 30 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സാമ്പിൾ ഓഫ് ഡിഫൻസ് മെക്കാനിസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രതിരോധ തന്ത്രത്തിന് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് റിപ്രഷൻ ആണ്, അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ അൺകോൺഷ്യസിലേക്ക് പുഷ് ചെയ്ത് വെക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം എന്നുള്ള രീതിയാണ് റിപ്രഷൻ. ഓൾറെഡി ഡിസ്കസ് ചെയ്ത വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ ഡി, റിപ്രഷൻ ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ സെലക്ട് ദ കോൺസെപ്റ്റ് വിച്ച് ഇസ് നോട്ട് റിലേറ്റഡ് ടു പിയാഷേസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. പിയാഷയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തവുമായി ബന്ധപ്പെടാത്ത ആശയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, സ്കഫോൾഡിംഗ്, അസിമിലേഷൻ, അക്കോമഡേഷൻ, സ്കീമ, 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ പിയാഷയുടെ തിയറിയുമായി ബന്ധപ്പെടാത്തത് എന്ന് പറയുന്നത് ഓപ്ഷൻ എ, സ്കഫോൾഡിംഗ് ആണ്, അല്ലെ? അത് നമ്മൾ വൈഗോട്സ്കിയുടെ തിയറി ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി അസിമിലേഷൻ, അക്കോമഡേഷൻ, സ്കീമ പിയാഷയുടെ തിയറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, സ്കഫോൾഡിംഗ് ആണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ മാച്ച് ദ ഫോളോയിങ് പോലെ ഒരു പെയർ മാച്ച് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അതില് കറക്റ്റ് അല്ലാത്ത മാർക്ക് ചെയ്തിരിക്കുക അല്ലെങ്കിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, തിയറി ഓഫ് മോട്ടിവേഷൻ അബ്രഹാം മാസ്ലോ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റ് ആണ്. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി അല്ലെങ്കിൽ നീഡ് തിയറി എന്ന് പറയുന്നത് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ള തിയറിയാണെന്ന് നമുക്കറിയാം. രണ്ടാമത്തത് മോറൽ ഡെവലപ്മെന്റിന്റെ തിയറി കോൾബർഗുമായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് തിയറി, അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു പെയർ ആണ്. മൂന്നാമത്തെ പെയറിംഗ് എന്ന് പറയുന്നത് തിയറി ഓഫ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആണ്. അത് ബ്രൂണർ എന്നുള്ള ഓപ്ഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്കറിയാം, അതൊരു തെറ്റായ ഒരു ഓപ്ഷൻ ആണ്. കാരണം ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് റോബർട്ട് ഗാഗ്നയുടെ തിയറിയാണ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. നാലാമത്തെ നോക്കുകയാണെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ജീൻ പിയാഷെ, അതും കറക്റ്റ് ആയിട്ട് തന്നെയാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് തിയറി ഓഫ് ഹൈറാർക്കി, JS ബ്രൂണർ എന്ന് പറയുന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇപ്പൊ തേർഡ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ചീഫ് എക്സ്പോണന്റ് ഓഫ് മീനിങ് വെർബൽ ലേണിംഗ് തിയറി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഔസുബൽ ആണ്. ഔസുബലിന്റെ തിയറിയുടെ പേരാണ് മീനിങ് വെർബൽ ലേണിംഗ് തിയറി. നമ്മൾ പറയാം, മീനിങ് വെർബൽ ലേണിംഗ് തിയറിയുടെ ഭാഗമായിട്ട് നമ്മൾ ഔസുബലിന്റെ പേര് പലയിടത്തും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷൻസ് തന്നെയാണ്.
അതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മീനിങ് വെർബൽ ലേണിംഗ്. ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ബി ആണ് വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ലേണിംഗ് ഇൻ വൺ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസസ് ലേണിംഗ് ഇൻ അനദർ സിറ്റുവേഷൻ ഈസ് കോൾഡ്. അതായത് ഒരു സാഹചര്യത്തിലെ പഠനം മറ്റൊരു സാഹചര്യത്തിലെ പഠനത്തിനെ സ്വാധീനിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ഒരു സിറ്റുവേഷനിലുള്ള അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലെ പഠനം മറ്റൊരു സാഹചര്യത്തിലെ പഠനത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് റിമൂവൽ ഓഫ് എ പ്ലസന്റ് സ്റ്റിമുലസ് ടു ഇൻക്രീസ് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കുറൻസ് ഓഫ് എ റെസ്പോൺസ്. അതായത് സന്തോഷകരമായ ഒരു ചോദകത്തെ എടുത്തു മാറ്റി പ്രതീക്ഷിത പ്രതികരണ സാധ്യത കൂട്ടുന്നതിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് തെറ്റായി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എന്താണ് റിമൂവൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും ഒരു പ്ലസന്റ് സ്റ്റിമുലസിനെ റിമൂവ് ചെയ്യുന്ന ഒരു റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടേ ഇല്ല. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള സ്റ്റിമുലസിനെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിനെ ആഡ് ചെയ്യുക. ഈ രണ്ട് സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ അതിനെ റീഇൻഫോഴ്സ്മെന്റ് എന്ന് വിളിക്കാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റായി ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്താണ്, നമ്മുടെ ഒരു ഒഫീഷ്യൽ ഒരു ഫൈനൽ ആൻസർ കീയിൽ എന്താണ് ഇത് വരിക എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എങ്കിലും ഇതിലിപ്പോ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു ആൻസർ എന്നുള്ള രീതിയിൽ നമുക്കൊരു കൺസെൻസസിൽ എത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടാണ്. കാരണം അങ്ങനെ ഒരു റീഇൻഫോഴ്സ്മെന്റ് ഇല്ല. ഒന്നെങ്കിൽ അഡീഷൻ ഓഫ് എ പ്ലസന്റ് സ്റ്റിമുലസ്, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് എ അൺപ്ലസന്റ് സ്റ്റിമുലസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള തെറ്റ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ കറക്റ്റ് ഉത്തരം കിട്ടാത്തതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം ആ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അത് നമുക്ക് ഫൈനൽ ആൻസർക്ക് വരുന്ന സമയത്ത് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആ ക്വസ്റ്റ്യനിൽ കിട്ടുന്നതായിരിക്കും. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഏഴാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു സിഗ്മണ്ട് ഫ്രോയിഡ് ദ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ദാറ്റ് ആക്ട്സ് ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾ ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ സന്തോഷ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വ ഘടന ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇത് എന്ന് പറയുന്നതാണ് പ്ലഷർ പ്രിൻസിപ്പിളിൽ ആക്ട് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണെന്നും സൂപ്പർ ഈഗോ മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇത് എന്ന് പറയുന്നതാണ് ഇവിടെ പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചർ. അതും എല്ലാവർക്കും കിട്ടി എന്ന് വിചാരിക്കുന്നു. എട്ടാമത്തെ ചോദ്യം നോക്കാം. ഹു എമംഗ് ദ ഫോളോയിങ് പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ഓഫ് കർവ് ഓഫ് ഫോർഗെറ്റിംഗ്? വിസ്മരണ ലേഖ എന്ന ആശയം കൊണ്ടുവന്നത്, കർവ് ഓഫ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? നമ്മൾ ഫോർഗെറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ പേര് കൂടെ നമ്മൾ ചേർത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, എബിൻഗോസ്. എബിൻഗോസ് ആണ് ഫോർഗെറ്റിങ്ങിനെ കുറിച്ചും കർവ് ഓഫ് ഫോർഗെറ്റിങ്ങിനെ കുറിച്ചും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇതും വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്തത് നമുക്ക് അത്ര ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ സാധിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. 9th ക്വസ്റ്റ്യൻ സൈനറ്റിക്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സൈനറ്റിക്സ് ഇവയിൽ ഏത് പ്രൊമോട്ട് ചെയ്യാനുള്ള ടെക്നിക് ആണെന്നാണ് ചോദ്യം. അതിൽ ക്രിയേറ്റിവിറ്റി, ഇൻട്രസ്റ്റ്, മോട്ടിവേഷൻ, സ്കിൽസ്, അങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ക്രിയേറ്റിവിറ്റി ആണ്. ക്രിയേറ്റിവിറ്റി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ടെക്നിക്കാണ് സൈനറ്റിക്സ് എന്ന് പറയുന്നത്. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ദ ലേണിംഗ് തിയറീസ് ഓഫ് തോണ്ടൈക്ക്? തോണ്ടൈക്കിന്റെ തിയറീസ്, ലേണിംഗ് തിയറീസ് അല്ലെങ്കിൽ ലോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 3 ലോസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് തോണ്ടൈക്കിന്റെ പഠന സിദ്ധാന്തങ്ങളിൽ പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ലോ ഓഫ് പ്ലഷർ ആണ്. ഓപ്ഷൻ ബി, ലോ ഓഫ് പ്ലഷർ. ബാക്കി 3 ലോ ഓഫ് ഇഫക്റ്റ്, റെഡിനെസ്, എക്സസൈസ്, ഇത് 3 നമ്മൾ നമ്മുടെ തോണ്ടൈക്കിന്റെ ലേണിംഗ് തിയറീസിൽ കാണുന്ന ലോസ് ആണ്. ലോ ഓഫ് പ്ലഷർ എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അതായത് ഈ ഒരു ഓപ്ഷനിൽ അതിൽ പെടാത്തത് ലോ ഓഫ് പ്ലഷർ എന്നുള്ള ഓപ്ഷൻ ആണ്. സോ 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇമോഷണൽ ഇന്റലിജൻസ് തിയറി, അത് ആരാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തതും പോപ്പുലറൈസ് ചെയ്തതും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് അറിയുന്നത് പോലെ ബാക്കി ഉള്ളവരുടെയൊക്കെ നമ്മൾ ഓൾറെഡി ഓരോ തിയറീസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇമോഷണൽ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത് ആരുടെ തിയറിയാണ്? ഡാനിയൽ ഗോൾമാൻ.
ഡാനിയൽ ഗോൾമാന്റെ തിയറിയാണ് ഇമോഷണൽ ഇന്റലിജൻസ്. വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ 11ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. ഇനി 12ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മുൻ വർഷത്തെ പേപ്പറുകളിലെല്ലാം കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. എല്ലാവരും അത് കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 12ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സോഷ്യൽ ലേണിംഗ് തിയറി ഇസ് അസോസിയേറ്റഡ് വിത്ത്. ആരുമായിട്ടാണ് നമുക്ക് സോഷ്യൽ ലേണിംഗ് തിയറി അസോസിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അപ്പൊ നമുക്ക് ഒരു കൺഫ്യൂഷനും കൂടാതെ പറയാൻ പറ്റുന്ന ഉത്തരമാണ് എന്ത്? ആൽബർട്ട് ബണ്ടൂര. സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് ആൽബർട്ട് ബണ്ടൂരയുമായിട്ട് അസോസിയേറ്റഡ് ആണ്. സോ 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 13ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ the basic theory in shaping of desirable behavior in students is known as dash എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കുട്ടികളിൽ അഭിലഷണീയ വ്യവഹാരങ്ങൾ രൂപപ്പെടുത്തുക എന്നതിന്റെ അടിസ്ഥാന സിദ്ധാന്തം എന്താണ്? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമുക്കൊരു ഡിസൈറബിൾ ബിഹേവിയർ സ്റ്റുഡൻസിൽ ഷേപ്പ് ചെയ്തെടുക്കണം. അവരുടെ നമുക്ക് ആവശ്യമുള്ള ഒരു ബിഹേവിയർ, നല്ലൊരു ബിഹേവിയർ അവരിൽ ഷേപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട തിയറി ഏതാണ്? അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ഇവിടുത്തെ തിയറി എന്ന് പറയുന്നത്. ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. കാരണം നമുക്ക് ആവശ്യമുള്ള ബിഹേവിയറുകൾ റീഇൻഫോഴ്സ്മെന്റ് ഉപയോഗിച്ച് സ്ട്രെങ്തൻ ചെയ്യാനും ആവശ്യമില്ലാത്ത മാറ്റേണ്ട ബിഹേവിയറുകളെ പണിഷ്മെന്റ് ഉപയോഗിച്ച് രൂപപ്പെടുത്താനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ് ഇതെല്ലാം വരുന്ന ഒരു തിയറി ഏതാണ്? ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നുള്ള തിയറിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഡിസൈറബിൾ ബിഹേവിയർ ഷേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് തിയറി എന്ന് പറയുന്നത് ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. 13ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 14ാമത്തതിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഗ്രോത്ത് നീഡ് പ്രപ്പോസ്ഡ് ബൈ അബ്രഹാം മാസ്ലോ എന്നാണ് ചോദ്യം. അതായത് അബ്രഹാം മാസ്ലോ മുന്നോട്ട് വെച്ചിരിക്കുന്ന നീഡ്സിൽ ഗ്രോത്ത് നീഡ് അല്ലെങ്കിൽ ആവശ്യകത ശ്രേണിയിൽ ഒരു വ്യക്തിയുടെ വളർച്ചയുടെ ആവശ്യകതയ്ക്കായിട്ട് നമ്മൾ പറയുന്ന നീഡ്, ഗ്രോത്ത് നീഡിൽ വരുന്നത് ഏതാണ്? നമുക്കറിയാം 2 തരം നീഡുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രോത്ത് നീഡും ഡെഫിഷ്യൻസി നീഡും ഒക്കെ. അപ്പൊ ഇതില് ഗ്രോത്ത് നീഡിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ഇവിടെ ഗ്രോത്ത് നീഡിൽ വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഡെഫിഷ്യൻസി നീഡ്സിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ഡയറക്റ്റ് ആയിട്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് 14ാമത്തെ ചോദ്യം. കറക്റ്റായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യവും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് മുൻ വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഹു ഈസ് ദ പ്രൊപ്പണന്റ് ഓഫ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ? ആശയ സമ്പാദന മാതൃകയുടെ ഉപജ്ഞാതാവ് ആരാണ്? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരം തന്നെയാണ് അത്. ഓപ്ഷൻ ബി, ബ്രൂണർ ആണ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ഒരുപാട് മുൻവർഷ പേപ്പറുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ ഡിസ്കഷന്റെ സമയത്തൊക്കെ സ്ട്രെസ് ചെയ്തിരുന്ന ഒരു ഏരിയ ആണ്. എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ 16ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ദ ബേസിക് ഫോം ഓഫ് ലേണിംഗ് ഇൻ വിച്ച് ദ ലേണർ ഇസ് റിവാർഡഡ് വിത്ത് ഇൻസെന്റീവ്സ് ആസ് റീഇൻഫോഴ്സ്മെന്റ്. വീണ്ടും അല്ലെ, കൃത്യമായിട്ടുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. പഠിതാവിനെ സമ്മാനിതനാക്കുന്നതിലൂടെ പ്രബലനം നടത്തി പഠനം കാര്യക്ഷമമാക്കുന്ന പഠന രീതി. റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണത്? ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. 16ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഓപ്പറന്റ് കണ്ടീഷനിങ്. 17ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഹു പ്രപ്പോസ് ദ ട്രേറ്റ് അപ്രോച്ച് ഓഫ് പേഴ്സണാലിറ്റി? പേഴ്സണാലിറ്റിയുടെ വ്യക്തിത്വ സവിശേഷതാ സമീപനത്തിന്റെ വക്താവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രേ അപ്രോച്ച്. അപ്പൊ ഇതും നമ്മൾ മുൻ വർഷം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആൽപോർട്ട് ആണ്. ഓപ്ഷൻ എ, ആൽപോർട്ട് ആണ് ട്രേ അപ്രോച്ച് ഓഫ് പേഴ്സണാലിറ്റിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അടുത്തത് വീണ്ടും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ ലേണിംഗ് ആൻഡ് പൊട്ടൻഷ്യൽ ലെവൽ ഓഫ് ലേണിംഗ് ഇസ് നോൺ ആസ്. പഠിതാവിന്റെ യഥാർത്ഥ വികസന തലവും സംഘടിത യത്നത്തിലൂടെയും കൈത്താങ്ങിലൂടെയും ആർജിക്കുന്ന വികസന ശേഷി തലവും തമ്മിലുള്ള വ്യത്യാസം. നമുക്കറിയാം എന്താണ് അതിന്റെ ഉത്തരം? ZPD എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതെന്താണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അത് വൈഗോട്സ്കിയുടെ തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അതിന്റെ മറ്റ് പല വേർഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. 19ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഒരു ഡെവലപ്മെന്റൽ ഡിസബിലിറ്റി ദാറ്റ് സിഗ്നിഫിക്കന്റ്ലി അഫക്ട്സ് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ ഓഫ് ചിൽഡ്രൻ ഇസ് ഡാഷ്. അതായത് കുട്ടികളുടെ ആശയവിനിമയ ശേഷിയെയും സാമൂഹ്യ ഇടപെടലിനെയും ബാധിക്കുന്ന
ഒരു വികാസ വൈകല്യം, ഒരു ഡെവലപ്മെന്റൽ ഡിസബിലിറ്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് ഓട്ടിസം ആണ്. അത്തരത്തിലൊരു ഡെവലപ്മെന്റൽ ഡിസബിലിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്. പ്രത്യേകമായിട്ട് നമ്മുടെ സാമൂഹ്യ ഇടപെടല്, ആശയവിനിമയ ശേഷിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസബിലിറ്റി ആയിട്ടാണ് ഓട്ടിസത്തിനെ നമ്മൾ പറയുന്നത്. അപ്പൊ 19ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റായ ഉത്തരം ഓപ്ഷൻ സി ഓട്ടിസം ആണ്. അടുത്തത് ലേണിംഗ് ഡിസബിലിറ്റിനെ കുറിച്ച് എല്ലാ വർഷവും നമ്മൾ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലേണിംഗ് ഡിസബിലിറ്റിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചോദ്യം ഇങ്ങനെയാണ്: റിയ, എ 6th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ്, ഓൾവേസ് മേക്സ് എറേഴ്സ് ഇൻ പ്ലേസ് വാല്യൂ while doing mathematical calculations. What type of learning disability is this? 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ റിയ ഗണിത ക്രിയകൾ ചെയ്യുമ്പോൾ സ്ഥാനവില സംബന്ധമായ പിഴവുകൾ ധാരാളമായിട്ട് വരുത്തുന്നു. ഇത് ഏത് തരം പഠന വൈകല്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ടും വരുന്ന ഉത്തരം എന്ന് പറയുന്നത് ഡിസ്കാൽക്കുലിയ ആണ്. അല്ലെ, ഡിസ്കാൽക്കുലിയ ആണ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലുള്ള ബുദ്ധിമുട്ടിനെ സൂചിപ്പിക്കുന്ന പഠന വൈകല്യം. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 20 കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ഡിസ്കാൽക്കുലിയ ആണ്. ഇനി 21ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ, those who are not interested in sports make friendship with sports stars at school. This is an example of what defense mechanism? ഒരു ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ചാണ് ചോദ്യം. സ്പോർട്സിൽ വേണ്ടത്ര ഒരു നിപുണത ഇല്ലാത്ത കുട്ടികൾ സ്കൂളിലെ സ്പോർട്സ് താരങ്ങളുമായിട്ട് സൗഹൃദം നേടുന്നു. ഇത് ഏത് തരം ആ ഒരു ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്നതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികൾ സ്പോർട്സ് സ്റ്റാർസുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാണ്. ആ ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. എന്താണ് ഐഡന്റിഫിക്കേഷൻ? നമ്മൾ മറ്റൊരാളുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ സവിശേഷതകൾ അത് നമ്മളിലേക്ക് എടുത്ത്, അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റൊരാളുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അതിന് വേണ്ടത്ര ഒരു ടാലന്റ് ഇല്ലാത്തവര് സ്പോർട്സ് സ്റ്റാർസുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിലൂടെ അവരുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഡിഫൻസ് മെക്കാനിസത്തിനെയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. 21ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ഐഡന്റിഫിക്കേഷൻ ആണ്. ഇനി 22ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, എബിലിറ്റി ടു തിങ്ക് അബൌട്ട് തിങ്കിങ്. അല്ലെ, ഇതും വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരുപക്ഷെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. എബിലിറ്റി ടു തിങ്ക് അബൌട്ട് തിങ്കിങ്, അതായത് ചിന്തയ്ക്കു മേലുള്ള ചിന്തയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു രീതിയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അത് ഉത്തരം എന്ന് പറയുന്നത് മെറ്റാ കോഗ്നിറ്റീവ് തിങ്കിങ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ചോദ്യം തന്നെയാണ്. തിങ്കിങ്, ചിന്തയെക്കുറിച്ചുള്ള ചിന്തയെ നമ്മൾ പറയുന്നത് മെറ്റാ കോഗ്നിറ്റീവ് തിങ്കിങ് എന്നാണ്. 23ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, which of the following is not related to Sigmund Freud? സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ബന്ധപ്പെട്ടിട്ടില്ലാത്ത കോൺസെപ്റ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സൈക്കോ അനാലിസിസ് നമുക്കറിയാം, അത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു മെയിൻ സംഭവമാണ്. മെയിൻ ആയിട്ട് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ഡ്രീം ഇന്റർപ്രിട്ടേഷൻ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഈഗോ ഡിഫൻസ് മെക്കാനിസവും സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഇതിൽ റിലേറ്റഡ് അല്ലാത്തത് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 23 കറക്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കണ്ടീഷനിങ് ആണ്. 24ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, who discussed Oedipus complex and Electra complex that are found among young children of early childhood? ആദ്യ ബാല്യ കാലഘട്ടത്തിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നിവയെ പറ്റി വിശദീകരിച്ചത് ആരാണെന്നാണ് ചോദ്യം. നമുക്ക് മറ്റൊരു കൺഫ്യൂഷൻസും ഇല്ലാതെ ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണിത്. എന്താണ് ഉത്തരം? സിഗ്മണ്ട് ഫ്രോയിഡ്. അല്ലെ, നമുക്കറിയാം കോംപ്ലക്സുകളെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പോൾ 24ാമത്തെ ചോദ്യത്തില് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. 25ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത്, ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് എന്താണ് എന്നാണ് ചോദ്യം. സർഗാത്മക ചിന്തയുടെ ആദ്യത്തെ ഘട്ടം. 4 ഘട്ടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ആദ്യത്തെ ഘട്ടം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് ആണ് ഇവിടെ ആദ്യത്തെ സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ആയിട്ട് നമ്മൾ പറയുന്നത്. 26ാമത്തെ ചോദ്യം നോക്കാം. ദ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് എൻകോഡഡ് ഇൻഫർമേഷൻ ഇൻ മെമ്മറി ഓവർ ടൈം ഇസ് ഡാഷ്. ലഭ്യമായ വിവരങ്ങളെ ദീർഘകാലത്തേക്ക് ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ്?
നമ്മൾ മെമ്മറിയിൽ നിന്നുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് എൻകോഡഡ് ഇൻഫർമേഷനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്? സ്റ്റോറേജ് ആണ് അല്ലെ. സ്റ്റോറേജ് ആണ് 26ാമത്തെ ചോദ്യത്തിലെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ലഭ്യമായ വിവരങ്ങളെ ദീർഘകാലത്തേക്ക് ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കുന്ന രീതിയെ നമ്മൾ പറയുന്നത് സ്റ്റോറേജ് അഥവാ ശേഖരണം എന്നുള്ളതാണ്. 26ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ എ സ്റ്റോറേജ് ആണ്. 27ലേക്ക് വരുമ്പോൾ which of the following is the least possible characteristics of a creative child? ചുവടെ നൽകിയിരിക്കുന്നതിൽ സർഗപരതയുള്ള കുട്ടികളുടെ സവിശേഷതയാകാൻ സാധ്യതയില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്കറിയാം ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി ഇതെല്ലാം ക്രിയേറ്റീവ് ചൈൽഡിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. കൺവേർജന്റ് തിങ്കിങ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നോവൽറ്റി ആൻഡ് ഇന്നോവേഷൻ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്രിയേറ്റീവ് ചൈൽഡുമായിട്ട് ബന്ധമില്ലാത്തത് എന്ന് പറയുന്നത് ഡൈവേർജന്റ് തിങ്കിങ് ആണ്. ഡൈവേർജന്റ് തിങ്കിങ്ങിനാണ് ഒരു ക്രിയേറ്റീവ് ചൈൽഡിന്റെ ഒരു തിങ്കിങ് പാറ്റേണുമായിട്ട് ലീസ്റ്റ് പോസിബിൾ അല്ലെങ്കിൽ ഏറ്റവും കുറവ് ബന്ധപ്പെട്ടിട്ടുള്ളത് ഡൈവേർജന്റ് തിങ്കിങ് ആണെന്ന് നമുക്ക് പറയാം. ഇനി 28ാമത്തെ ചോദ്യം നമ്മൾ എല്ലാ കൊല്ലവും കാണാറുള്ളത് പോലെ തന്നെ IQ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്രോണോളജിക്കൽ ഏജ് ഓഫ് അനു ഇസ് 10, ഹെർ മെന്റൽ ഏജ് ഇസ് 14, ദെൻ ഹെർ IQ ഇസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനുവിന്റെ കാലിക വയസ്സ് അല്ലെങ്കിൽ അനുവിന്റെ ശരിക്കുള്ള പ്രായം എന്ന് പറയുന്നത് 10 ആണ്. മാനസിക വയസ്സ് 14 ആണ്. എങ്കിൽ IQ എന്താണെന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫോർമുല തന്നെയാണ്. IQ ഈസ് ഈക്വൽ ടു മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. അപ്പോൾ 14 ഡിവൈഡഡ് ബൈ 10 അല്ലെ. മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ 14 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100 എന്നുള്ളതാണ് നമുക്കിവിടെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ആ ഒരു ഫോർമുല നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ IQ ഈസ് ഈക്വൽ ടു മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ഇവിടെ അത് ചെയ്യുന്ന സമയത്ത് 140 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 140 ആണ്. 29ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ടെസ്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ജനറൽ ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സെലക്ട് എ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ഫ്രം ഗിവൺ ബിലോ. 4 ടെസ്റ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഇന്റലിജൻസിന്റെ പെർഫോമൻസ് ടെസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് ആണ്. രണ്ടാമത്തേത് അലക്സാണ്ടേഴ്സ് പാസ് എലോങ് ടെസ്റ്റ് ആണ്. പിന്നീട് റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് ടെസ്റ്റ് തന്നിട്ടുണ്ട്. ദെൻ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇതിൽ നിന്ന് നമുക്ക് ഇന്റലിജൻസ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. B ആൻഡ് C ആണ് ഇന്റലിജൻസ് ടെസ്റ്റ് വരുന്നത്. അതിൽ തന്നെ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോം ചെയ്യുന്ന പ്രകടനപരമായ ബുദ്ധി പരീക്ഷയ്ക്ക് ഉദാഹരണം എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അലക്സാണ്ടേഴ്സ് പാസ് എലോങ് ടെസ്റ്റ് ആണ്. റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് ഒരു പെർഫോമൻസ് ടെസ്റ്റ് അല്ല, ഒരു നോൺ വെർബൽ ടെസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് അലക്സാണ്ടേഴ്സ് പാസ് എലോങ് ടെസ്റ്റ് ആണ് ഇന്റലിജൻസ് ടെസ്റ്റിന്റെ ഒരു പെർഫോമൻസ് ടെസ്റ്റിന്റെ എക്സാമ്പിൾ ആയിട്ട്. 29ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അലക്സാണ്ടേഴ്സ് പാസ് എലോങ് ടെസ്റ്റ് ആണ്. അവസാനത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ചൂടെ കൊടുത്തിരിക്കുന്നതിൽ ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നതിൽ പ്രക്ഷേപണ ശോധകം അല്ലാത്തത് ഏതാണ്? സോ ഇതില് നമുക്കറിയാം ഈ BCD ഈ 3ഉം പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ അല്ലാത്തത് ഓപ്ഷൻ എ ആയിട്ടുള്ള സോഷ്യോമെട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ അല്ലാതെ. ബാക്കി 3ഉം പ്രൊജക്റ്റീവ് ടെസ്റ്റിന്റെ ഘടനയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എല്ലാവർക്കും അത്യാവശ്യം നല്ലൊരു സ്കോറിലേക്ക് തന്നെ എത്താൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരിക്കുള്ള ഇതൊരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ കീ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത. ശരിക്കുള്ള ഒരു ഒഫീഷ്യൽ ഓർ ഫൈനൽ ആൻസർ കീ എന്ന് പറയുന്നത് പരീക്ഷാ ഭവൻ നൽകുമ്പോഴാണ് നമുക്ക് അത് പ്രോപ്പർ ആയിട്ട് അതൊന്നും കൂടെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. ചെറിയ ചില വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ 6ാമത്തെ ചോദ്യത്തിലുള്ള ഒരു പ്രശ്നം പറഞ്ഞതുപോലെ. അപ്പൊ അത്തരം ഫൈനൽ ഡീറ്റെയിൽസ് നമുക്ക് ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫൈനൽ ആൻസർ കീ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കത് ക്ലിയർ ആവുകയുള്ളൂ. ഇതാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു ടെന്റേറ്റീവ് ആൻസർ കീ. അഗെയിൻ എല്ലാവർക്കും നല്ല ഒരു സ്കോറിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.